ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻ്റർപോളിങ് കഴിഞ്ഞ് പിന്നെ നേരെ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് തിരുവനന്തപുരത്തേക്കാണ്. ഇപ്പോൾ കായംകുളം ജംഗ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തി. ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി അല്ലേ? ഞാൻ കയറിയപാടെ ഉറങ്ങിപ്പോയി. ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയത് എത്ര മണിയാണ്? 2 മണി. എണീറ്റത് 4 മണി. ഉറങ്ങാനില്ല. പ്ലാറ്റ്ഫോം 2-ൽ നമ്മൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ 1-ലേക്ക് പോകണം. തിരുവനന്തപുരം സെൻട്രൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രിയോ ഗാഡി നമ്പർ A. ഇത് സ്റ്റേഷൻ്റെ മുൻഭാഗത്തുള്ളതാണ്. കാണുമ്പം തമിഴ്നാട് പോലെ തന്നെ. തമിഴ്നാട് ബസ് ഇത് നമ്മൾ പോകുന്നത് ശ്രീ പത്മനാഭമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ 1.5 കിലോമീറ്ററാണ് കാണിച്ചത്. കിഴക്കേ നടയാണ് അടിച്ചത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ 1.5 കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടൊന്ന് പോകാമെന്ന് വെച്ച് അല്ലേ? വെള്ളത്തിൻ്റെ അവസ്ഥ മോശമാണല്ലോ. മീനിയത് അങ്ങനെ ഇവിടെ എത്തി. അതിനെന്തോ പണി നടക്കുന്നുണ്ട്. നീർക്കാക്ക വെള്ളത്തിൽ പൊരിയിട്ടിട്ട് മീന് തിന്നാൻ വരുന്നത്. വലിയ മീൻ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. ഇതാണ് പുറകിൽ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. വലിയ കുളമാണ്. കുളത്തിൽ മീനിന് വേണ്ടിയിട്ട് എല്ലാവരും പൊരിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മീനെ കഴിക്കാൻ വരുന്നു. ഇതാ വലിയ മീനുകളുണ്ട് ഇതിൽ. ഫുള്ള് മീൻ. ഇതിനും നല്ല വലിപ്പമുണ്ട്. അതാ വലുത് വരുന്നുണ്ട്. പഴയ ബിൽഡിംഗ്.
പഴയ ബിൽഡിങ്, നല്ല വഴക്കുണ്ട്. വലിയൊരു ക്ലോക്ക് അതാ. അപ്പം അങ്ങനെ അമ്പലത്തിൽ കയറി, പിന്നെ അന്നദാനം കിട്ടി, പ്രസാദം വാങ്ങി 100 രൂപ. അപ്പോൾ ഇവിടെ ബാഗ്, പിന്നെ ഫോണ്, ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറ്റൂല, എല്ലാം ഇവിടെ വെക്കണം. നമ്മൾ പൈസ കൊടുക്കണം. ആ, ചുരിദാറിൻ്റെ മേലെ മുണ്ടെടുക്കണം സ്ത്രീകൾ. പിന്നെ ആണുങ്ങൾക്ക് ഷർട്ട് പറ്റൂല, മുണ്ട് നിർബന്ധം. പുതിയ മുണ്ട് വാങ്ങി, ഒരു മുണ്ട് എക്സ്ട്രാ കിട്ടും. എനിക്കൊരു മുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. മ്യൂസിയം ഉണ്ട്, പിന്നെ കുറച്ച് ഫുഡ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഇത് 2 എണ്ണം, അതായത് കുതിരമാളികയും ചിത്രാലയം. ചിത്രാലയത്തിന് 30 രൂപയും കുതിരമാളിക്ക് 70 രൂപ. പിന്നെ അവിടെ ഫോണ് കൊണ്ട് ഫോട്ടോ വീഡിയോന് വേറെ ചാർജ് ഉണ്ട്. ബാക്കി അവിടെ പോയിട്ട് നോക്കാം. ഇതാണ് ടിക്കറ്റ്. കുതിരമാളിക ചിത്രാലയം. അപ്പോൾ ഇതാണ് കുതിരമാളികൻ്റെ എൻട്രൻസ്. പുത്തൻ മാളിക പാലസ് മ്യൂസിയം. മൊത്തം പണ്ടേ കാലത്തുള്ള കൊത്തുപണികൾ, മരം, വലിയ ബീം. ഇതെല്ലാം പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുതിരമാളികേൻ്റെ പുറത്താണുള്ളത്. ഉള്ളിൽ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഫോട്ടോഗ്രാഫി എടുക്കാൻ ഫോണിന് 500 രൂപ ആണ്. അപ്പോൾ അത് ചെയ്തില്ല. പുറമേ ഉള്ളത് എടുക്കാം, 50 രൂപ മതി. ഇപ്പോൾ കുതിരമാളികേൻ്റെ ഉള്ളിൽ കാണാനുള്ളതെന്ന് വെച്ചാൽ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച സാധനങ്ങൾ, പല്ലക്ക്, അതേപോലെ ആനക്കൊമ്പിനെ കൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങൾ, നായാട്ടിന് ഉപയോഗിച്ച വാളുകളും, അങ്ങനെ കുറേ സാധനങ്ങളാണ്. പിന്നെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വന്ന വസ്തുക്കൾ. കുതിരമാളികേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ചിത്രാലയം മ്യൂസിയം വരുന്നത്. അടുത്തേക്കുള്ള വഴിയത്. അപ്പോൾ ചിത്രാലയം മ്യൂസിയം കണ്ടു. കുറേ ഉണ്ട്, കാണാൻ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാർ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇപ്പോൾ ഉള്ള കവടിയാർ കൊട്ടാരം, അപ്പോൾ എല്ലാത്തിനെ പറ്റി അതിലുണ്ട്. അപ്പോൾ അവിടെ ഒന്നും വീഡിയോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ 500 കൊടുക്കണം. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറി, അത് കഴിഞ്ഞ് കുതിരമാളിക അതും കണ്ട്, അതും കഴിഞ്ഞ് ചിത്രാലയം. ഇനി നേരെ നമുക്ക് ബോളി. എന്ത് പൊളിയാ? ബോളി എന്ന് വെച്ചാൽ ഷോപ്പിൻ്റെ പേരാണ്. ബാക്കി അവിടെ പോയിട്ട് നോക്കാം അല്ലേ. എടുത്തു. ഇതാണ് ബോളി. ഒരു പീസിന് 18 രൂപ. 1/2 ലിറ്റർ പാലട 150.
എങ്ങനെയുണ്ട്? അടിപൊളിയാ? അങ്ങനെ അപ്പോൾ 2 ബോളിയും 1/2 ലിറ്റർ പാലട 216 രൂപ. എന്നിട്ട് പാലട അല്ല ബോളിയും പാലട അങ്ങനെ കുഴപ്പമില്ല. മധുരം ഇഷ്ടമല്ല ആൾക്കാരുണ്ടാവും. അതായത് എനിക്ക് ഒന്ന് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഒരു ബോളിയും കുറച്ച് പായസം കഴിക്കുമ്പോൾ തന്നെ എനക്ക് മടുത്തേക്ക്. മധുരം ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ആ ബോളിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ തിരുവനന്തപുരത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്നു. രാത്രിയാണ് ട്രെയിന്. അപ്പോൾ രാവിലെ നാട്ടിലെത്തും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.